CBIയുടെ ശക്തമായ എതിർപ്പ് നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളിയിരിക്കുകയാണ്. അതിന് എന്താണ് കാരണം? അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിന് 13,000 കോടി രൂപ പറ്റിച്ചു, കള്ളരേഖകൾ ഹാജരാക്കി മുങ്ങിയ ആളാണ്. ഇപ്പോൾ ലണ്ടനിൽ അദ്ദേഹം 6 വർഷത്തിലേറെയായി തടവിൽ കിടക്കുകയാണ്. അദ്ദേഹം അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിനകം അദ്ദേഹത്തിന് നീരവ് മോഡിക്ക് വേണ്ടി ജാമ്യം ഹർജി വന്നു. ഈ കഴിഞ്ഞ ദിവസം വന്നത് 10ാമത്തെ ബെയിൽ ആപ്ലിക്കേഷനായിരുന്നു. അത് ലണ്ടനിലെ ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി അവിടെ പ്രോസിക്യൂഷനെ സഹായിക്കാൻ CBIയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച ലണ്ടനിലെത്തിയിരുന്നു. അത് കൃത്യമായ രേഖകളൊക്കെ കൊടുത്ത് എന്തുകൊണ്ട് അയാളുടെ ജാമ്യം അനുവദിച്ചുകൂടാ എന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കി. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ലെറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വ്യാജമായിട്ട് ഉണ്ടാക്കി പല ബാങ്കുകളെ പറ്റിച്ചു ഇയാൾക്ക്. ഈ ലെറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റേതായിരുന്നു. അതിൻ്റെ ബലത്തിൽ SBI, കാനറ ബാങ്ക്, ഹോങ്കോങ് ബാങ്ക് തുടങ്ങിയ അറിയപ്പെടുന്ന ബാങ്കുകളുടെ ഇന്ത്യക്ക് വെളിയിലുള്ള പല ശാഖകളിൽ ഇത് കാണിച്ച് പൈസ എടുത്തു. ഈ അവസാനം പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഇവർക്ക് എല്ലാം അത് പലിശ സഹിതം കടം വീട്ടി കൊടുക്കേണ്ടി വന്നു. അത് അക്യുമുലേറ്റ് ചെയ്തതാണ് ഈ 13,000 കോടി രൂപ. നീരവ് മോഡി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ഒരു ചോസ്കി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ബെൽജിയത്തിൽ പിടിയിലാണ് ഇതേ കേസിൽ. അപ്പോൾ ഈ 2 പേരെയും ഇന്ത്യക്ക് കൈമാറണം. കസ്റ്റഡി ഇപ്പോൾ ലണ്ടനിലെ കോടതി നീരവ് മോദിയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് യാതൊരു വിരോധമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു അതിൻ്റെ വിധി ഉണ്ടായത്. ജാമ്യാപേക്ഷ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് അഭിഭാഷകനാണ് ശക്തമായി എതിർത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥരും നിയമ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ശക്തമായ ഒരു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സംഘം ഈ ആവശ്യത്തിനായി ലണ്ടനിലേക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഉണ്ട്. അപ്പോൾ അവർ തെളിവുകൾ കൊടുത്തു. ഇയാൾ എത്രമാത്രം വലിയൊരു സ്കാമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ. അതിലാണ് ഈ ലെറ്ററൊക്കെ ബോഗസായിട്ടുണ്ടാക്കിയ ഈ ലെറ്റേഴ്സൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇയാളെ വേഗം കൈമാറാൻ. അപ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള വേറൊരു സ്വാധീനം ഈ കേസിൽ പരോക്ഷമായെങ്കിലും ഉണ്ടാകണം. കാരണം നമുക്കറിയാവില്ല, റാണ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് കൈമാറ്റപ്പെട്ടു, മറ്റേ ബോംബെ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ. അപ്പോൾ അതുപോലെ ഇതൊരു സാമ്പത്തിക കുംഭകോണമാണ്, ഭീകരപ്രവർത്തനമല്ല. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിനെ കുത്തുവള എടുപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു അട്ടിമറിയായിരുന്നു. അപ്പോൾ അതിന് ഈ രത്ന വ്യാപാരിയായ നീരവ് ദീപക് മോദി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്, 55 വയസ്സുള്ള മോദിയെ ഇന്ത്യക്ക് വൈകാതെ ബ്രിട്ടൻ കൈമാറും എന്ന് പ്രതീക്ഷിക്കാം. അതായത് ജാമ്യം നിഷേധിക്കുന്നതിലേക്ക് നയിച്ച വാദങ്ങളെ CBI വിജയകരമായാണ് പ്രതിരോധിച്ചത്. 2019 മുതൽ UK ജയിലിൽ കഴിയുന്ന നീരവ് മോദി വലിയ തട്ടിപ്പാണ് നടത്തിയത്. അത് ഇന്ത്യയിൽ വിചാരണയ്ക്കായി തിരയുന്ന ഒരു ഒളിച്ചോടിയ സാമ്പത്തിക കുറ്റവാളി കൂടിയാണ് അദ്ദേഹം. അതെ, ഫുജിറ്റീവാണ്. അതെ. ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തെ കൈമാറാൻ UK ഹൈക്കോടതി ഇതിനകം അംഗീകാരവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നീരവ് മോദി കേസിൽ നിന്ന് ഈ സ്വത്തുക്കൾ സ്വകാര്യ ബാങ്കുകൾക്ക് തിരികെ നൽകിയതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2024 സെപ്റ്റംബറിൽ നീരവ് മോദിയുടെ അദ്ദേഹത്തിൻ്റെ കമ്പനികളുടെയും 29.75 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയതിന് ശേഷമാണ് ഇത് സ്ഥാവര സ്വത്തുക്കളും ബാങ്ക് ബാലൻസും ഉൾപ്പെടെ അതിനുശേഷമാണ് ഇത് വീണ്ടും നടപടി ഉണ്ടാകുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി മുമ്പ് കണ്ടുകെട്ടിയ 2,596 കോടി രൂപയുടെ ആസ്തികൾക്ക് പുറമെയാണ് ഈ കണ്ടുകെട്ടലുകൾ. ഇതിനു പുറമെ 2018 ഫ്യൂജറ്റീവ് ഇക്കണോമിക് ഫൈൻഡേഴ്സ് ആക്ട് പ്രകാരം മുംബൈയിലെ ഒരു പ്രത്യേക കോടതി 692.90 കോടി രൂപയുടെ ആസ്തികളും കണ്ടുകെട്ടി. PNB തട്ടിപ്പ് കേസിൽ ED അന്വേഷണം ആരംഭിച്ചത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രജിസ്റ്റർ ചെയ്ത FIRനെ തുടർന്നാണ്. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം, അതായത് PMLA പ്രകാരം നീരവ് മോദിയുടെയും കൂട്ടാളികളുടെയും നിരവധി ആഭ്യന്തര സ്വത്തുക്കൾ തിരിച്ചറിഞ്ഞ് കണ്ടുകെട്ടാൻ അന്വേഷണത്തിലൂടെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നടപടികൾ ഏത് തരത്തിലായിരിക്കും? എക്സ്ട്രഡീഷനാണ്. ഇന്ത്യ
ബുക്ക് ചെയ്യേണ്ട ഒരു കുറ്റവാളിയെ ബ്രിട്ടൻ കൈമാറും, തിരിച്ചു കൊണ്ടുപോരാം. അവിടുന്ന് നമ്മുടെ CBIക്ക് കൈമാറണം. CBIക്ക് കൈമാറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ഷീറ്റ് ഈ സാമ്പത്തിക കുറ്റങ്ങളെല്ലാം കൂടെ ചുമത്തി പരമാവധി ഈ ഇദ്ദേഹത്തിൻ്റെ സ്വത്തുകളെല്ലാം കണ്ടു കിട്ടിയിരിക്കും. പക്ഷേ അത് ഈ 13,000 കോടിയുടെ 10% പോലും ആകുന്നില്ല. അപ്പോൾ അത് എങ്ങനെ വസൂലാക്കാം? അതിൻ്റെ ഇല്ലെങ്കിൽ വസൂലാക്കാൻ പറ്റാത്ത സ്വത്തിന് വേറെ എന്ത് പരിഹാരം? ഇദ്ദേഹത്തിന് എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരും? ഇദ്ദേഹം മാത്രമല്ല, അമ്മാവനും കൂടെ ഉണ്ട്. അമ്മാവൻ ബെൽജിയത്തിലാണ്. അതിന് വേറൊരു എക്സ്ട്രഡിഷൻ ഓർഡർ വേണം. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവർ രണ്ടുപേരുടെയും സ്വത്തിൽ നിന്ന് പരമാവധി ഈ കടം വസൂലാക്കാൻ ശ്രമിച്ചതിന് പുറമെ ബാക്കി ശിക്ഷയും നേരിടേണ്ടി വരും. അപ്പം ഇതിനകത്ത് വേറൊരു രസകരമായ വസ്തുത, ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ട്രേഡ് ചർച്ച നടക്കുകയാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളിലും അവിടെ രാജ്യങ്ങൾ നിർമ്മിക്കുന്ന സാധനങ്ങൾ ഇരു രാജ്യങ്ങളിലും കൊണ്ടുവന്ന് കച്ചവടം നടത്താനുള്ള ഒരു കരാറ്. ഇത് നേരത്തെ തന്നെ അവിടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി ഋഷി സുനാക് ഉണ്ടായിരുന്നപ്പോഴേ ആലോചിച്ചൊരു കാര്യമാണ്. അത് ഇതുവരെ എന്തുകൊണ്ടോ വൈകിപ്പോയി. ഇപ്പോൾ ലേബർ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അതിൻ്റെ ദീർഘമായൊരു ചർച്ച നടത്തി സ്റ്റാമർ ഗവൺമെൻറ് ഇന്ത്യയുമായിട്ട് ട്രേഡ് എഗ്രിമെൻറ്റിലെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രേഡിൽ ഏകദേശം 90 ഐറ്റംസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് ടാക്സ് ഫ്രീ ആയിട്ട് ബ്രിട്ടനിൽ വിൽക്കാം. തിരിച്ചും ബ്രിട്ടനിലെ കുറേ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കച്ചവടം നടത്തുന്നതിനും ടാക്സ് ഒഴിവാക്കാം, ഇല്ലെങ്കിൽ നാമമാത്രമായ ടാക്സിൽ വിൽക്കാം. അങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക മണ്ഡലത്തിലും വ്യാപാര വാണിജ്യ മേഖലയിലും സഹകരിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയുമായി ഈ ഒരു സൗഹൃദത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടന് ഇന്ത്യയ്ക്ക് അത്യാവശ്യമുള്ള ചില പ്രതികളെ അവിടുത്തെ ജയിലിൽ വെച്ച് അവരെ രക്ഷിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഒളിച്ച് താമസിക്കാൻ പറ്റില്ല, താമസിപ്പിക്കാനും അനുവദിച്ചുകൂടാ. അപ്പോൾ അദ്ദേഹത്തിനെ ഇന്ത്യക്ക് കൈമാറുക എന്നത് തന്നെയാണ് ഏറ്റവും എളുപ്പം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യമുണ്ട്. കിങ് ഫിഷറിൻ്റെ വിജയ് മല്ലയ്യ ഏകദേശം ഇതേ കുറ്റം, ഇത്രയും വലിയ എമൗണ്ട് ഇല്ല എങ്കിലും 10,000 കോടിയുടെ ഉണ്ട് കുറ്റത്തിന് ഇന്ത്യയിൽ നിന്ന് വിളിച്ച് അവിടെ താമസിക്കുകയാണ്. അദ്ദേഹവും ഇതുപോലെയുള്ള നിയമ നടപടികൾ കോടതി കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ആ കേസിനെയും ഇതിൻ്റെ സ്വാധീനം, ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അതാണ് ഇതിൽ ഈ നീരവ് മോദിയുടെ തട്ടിപ്പിൻ്റെ ഗുണഭോക്താക്കളായത് കോൺഗ്രസ് തന്നെയാണല്ലേ? അന്നങ്ങനെ പറഞ്ഞു. അത് ചിദംബരത്തിൻ്റെയൊക്കെ പേര് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ലെറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാനിടയായത് ഇത്രയും വലിയ തുക മറ്റ് പല ബാങ്കുകളിൽ നിന്നും ലഭിക്കത്തക്ക തരത്തിലുള്ള ബോഗസ് ലെറ്റർ സംഘടിപ്പിച്ചു കൊടുത്തതിൽ അന്നത്തെ ഭരണകൂടത്തിന് വലിയ ഒരു പങ്കുണ്ടെന്നും അയാൾ നീരവ് മോഡി ലണ്ടനിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ ഞാൻ വാങ്ങിയ തുകയിൽ പകുതി കൂടുതലും അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുപോയതെന്ന്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ ആ കഥകളും കൂടി പുറത്താകുന്നതോടെ ഒരു വലിയ രാഷ്ട്രീയ വിവാദം കൂടി ഇനി വരാനിരിക്കുന്നു. അതായത് അന്ന് നീരവ് മോദി ലണ്ടൻ കോടതിയിൽ പറഞ്ഞത് എന്നെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ നിന്ന് ഓടിച്ചതാണ്, കോൺഗ്രസ് നേതാക്കൾക്ക് 456 കോടി കമ്മീഷൻ കൊടുത്തു, ഞാൻ ഒറ്റയ്ക്ക് കോടികൾ തട്ടിയെടുത്തില്ല, 32% മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം കോൺഗ്രസ് നേതാക്കന്മാർക്ക് വീതിച്ചു കൊടുത്തു എന്നാണ് ലണ്ടനിൽ അദ്ദേഹം പറഞ്ഞത്. എത്ര ശതമാനമായാലും അതിൽ ഈ വീതം വയ്ക്കലൊരു കഥയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാതെ ഇതൊന്നും ഇത്രയും സുസാധ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പോൾ ഈ ഇതിൽ കോടികളുടെ ബാങ്ക് തട്ടിപ്പ് നടത്തിയ കേസിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇനി ജാമ്യാപേക്ഷ അടുത്ത നടപടിക്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും? അടുത്തത് ഇന്ത്യ ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിന് കൈമാറാനായിട്ട്. ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു തിരിച്ച് ഇവിടെ വിചാരണ നിയമ നടപടിക്ക് വിധേയമാകേണ്ട ഒരു കുറ്റവാളിയാണ്, ഇന്ത്യയുടെ ഒരു ദേശീയ കുറ്റവാളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സൗഹൃദ രാഷ്ട്രമാണ് UK. അതിൻ്റെ വെളിച്ചത്തിൽ ഇത് കൈമാറ്റം ചെയ്യണം, CBIക്ക് കിട്ടണം. നീരവ് മോദിയെയും മറ്റേ ബെൽജിയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അമ്മാവനെയും. അങ്ങനെ അവർ രണ്ടും കൂടെ വരുമ്പോഴേ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇവരെ യഥാർത്ഥത്തിൽ ഒരു കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കാൻ പറ്റും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.